തോന്നുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ല. ഇത് ഞാൻ പാരസെറ്റമോൾ വാങ്ങിച്ചു. പാരസെറ്റമോൾ സിട്രസിന് വ്യാജമരുന്നുകൾ ഇറങ്ങുന്ന കാലമാണ് മോളെ. പോസ്റ്റ് വ്ളോഗ് റിയാക്ഷൻ ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ലൈഫ് വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, പൊളിറ്റിക്സ്, കാറ്റഗറി ഏതുവാകട്ടെ ട്രെൻഡിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണോ? ഇരിക്കട്ടെ ഒരു റിയാക്ഷൻ വീഡിയോ. ട്രോമ അടിച്ചിട്ടുണ്ടോ? ട്രോമ എന്താണെന്നറിയോ? കേട്ടറിവിനേക്കാൾ വലുതാണ് ട്രോമ എന്ന സത്യം. പെണ്ണുങ്ങൾക്ക്, അതായത് സ്ത്രീകൾക്ക് വരുന്ന ട്രോമയും ഡിപ്രഷനും ഒന്നും വലിയ കാര്യമുള്ളതൊന്നും അല്ല. യഥാർത്ഥ ട്രോമ എന്നത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടം അനുഭവിക്കുന്നതാണ്. ഇത് ഈ തീവ്ര ഫെമിനാസികൾ കള്ളം പറയുന്നത് പോലെയല്ല, ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയില്ല. യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്നത് പുരുഷനാണെന്ന് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതെന്തോ അങ്ങനെ ടോക്ക്? നീ വല്ല മെൻസ് അസോസിയേഷനിൽ ചേർന്നോ? മെൻസ് അസോസിയേഷൻ ഒന്നും ചേർന്നില്ല. പക്ഷെ സാധനം നീ ഒരു 30 സെക്കൻഡ് എന്നാ ഞാൻ ഇപ്പൊ കാര്യം ക്ലിയർ ആക്കി തരാം. 30 സെക്കൻഡൊക്കെ ഇച്ചിരി കൂടുതലാ, ഇച്ചിരി ബുദ്ധിമുട്ടാ, എന്നാലും കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ച വേദന, രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ച ട്രോമ, അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച ട്രോമ തീർച്ചയായും നമ്മളെല്ലാം അറിയണം. അതെ, ആ വിഷമം ഞങ്ങൾ അറിയണം. പറ ഈശ്വരേട്ടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് ഇത് പുറത്തു വിടരുതെന്ന് ഒരു കാരണവശാലും എടുത്തു പറഞ്ഞതാണ്. പക്ഷെ രാഹുൽ, ഐ എം സോറി, അത് പുറത്തു വിടുന്നത് നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ്. നിങ്ങൾ അനുഭവിച്ച ട്രോമ നാട്ടുകാർ അറിയണമെന്നുള്ളത് കൊണ്ടാണ്. നാച്ചുറൽ ആക്ടിങ്, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ക്ലീൻ വെളുപ്പിക്കലിന് എന്തൊക്കെ വഴികളാ കണ്ടുപിടിക്കണേ നോക്കണേ. രാഹുലിനെതിരെ നിയമ നടപടിക്കില്ല എന്ന് ആ കള്ള അല്ല ഈശ്വരേട്ടാ, ഇത് മറ്റേ സോ കോൾഡ് ഇരാ സിംബൽ അല്ലേ? ഇത് ഇവിടെ ഉപയോഗിക്കാൻ കാരണം? ആ കള്ള ഈശ്വരേട്ടന് ദേഷ്യം വന്ന് എന്തോ ചീത്ത പറയാൻ വന്നതാണോ? വിഷമമാണ്. രാഹുലിന് വേദന ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അവർ അത്രമാത്രം വേദന അനുഭവിച്ചു. കരുതൽ അല്ല, ഈ പറയണ വേദന രാഹുൽ മാങ്കൂട്ടത്തിനും കുടുംബത്തിനും മാത്രമേ വരുള്ളൂ. പരാതിയല്ലത്രേ, ആരോപണങ്ങളാണെന്ന് പറഞ്ഞത് ശരിയാണ്. പരാതി കൊടുക്കാൻ നിന്നവരെ ഭീഷണിപ്പെടുത്തി വിട്ട്. ഇനി അതൊക്കെ പോട്ടെ, റിനിയും അവന്തികയും ഒക്കെ പറഞ്ഞത് ഫ്ലോപ്പ് ആണെന്നിരിക്കട്ടെ. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ പുറത്ത് വന്നിരുന്നല്ലോ, അതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? അല്ല, ഇതൊക്കെ കേട്ടിട്ടും ഇതൊന്നും തന്റെ വോയിസ് അല്ല, ഇതൊക്കെ താൻ നിഷേധിക്കുന്നുവെന്ന് രാഹുൽ ഒരു വട്ടമെങ്കിലും പറഞ്ഞു. റൂമിന് പുറത്തിറങ്ങാൻ വയ്യാണ്ടിരിക്കുകയാണത്രേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതി വന്നത്? താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കണം മിസ്റ്റർ. നിയമം നന്നായി അറിയുന്ന ഈശ്വർ സാർ എന്തുകൊണ്ട് മാങ്കൂട്ടത്തിൽ ആ മാർഗം ഉപദേശിക്കാത്തെ? അല്ലെങ്കിലും തലയിൽ ആൾ താമസമുള്ള ആരെങ്കിലും താങ്കൾക്ക് സെന്റിമെന്റ്സ് തരുമെന്ന് തോന്നുന്നുണ്ടോ? ആ, റിലേഷൻഷിപ്പ്. ശരി, വി ആർ വെയിറ്റിംഗ്. രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സിട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട്. എന്തൊരവസ്ഥയാണല്ലേ. പിന്നെ ഗുളിക അധികം കഴിക്കുന്നതും നല്ലതല്ലെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഈശ്വരേട്ടാ. കുഞ്ഞിനെ ഇല്ലാതാക്കാനും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇതുപോലെ ഏതാണ്ടൊക്കെ ഗുളിക കഴിച്ചാൽ മതിയെന്നായിരുന്നല്ലോ രാഹുലേട്ടൻ ഉപദേശിച്ചതേ. അനാവശ്യമായി ഗുളിക കഴിക്കൽ കുറച്ച് കൂടുതലാണേ. റൂമിന് പുറത്ത് കിടക്കണ സഹപ്രവർത്തകനോട് വേണമെങ്കിൽ റൂമിനുള്ളിൽ കയറി കാവലിരിക്കാൻ പറയുന്നതാവും നല്ലത്. കാരണം ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത്, എന്താണ് പറയാത്തത്, പ്രതികരിക്കാത്തത്, തെറ്റിയിട്ടുണ്ടാണോ എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമാണ്. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഏറെ ബുദ്ധിമുട്ടും. എത്ര ഈശ്വരന്മാർ വന്നിങ്ങനെ പെയിന്റ് അടിച്ചാലും വെളുപ്പിക്കാൻ നല്ല പാടുപെടും.